സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നു. പൊതു ഇടങ്ങളെല്ലാം തെരുവുനായകൾ കൈയടക്കിയ സ്ഥിതിയിലാണ്. കുട്ടികളെയും മറ്റും തനിച്ചുവിടാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്നിട്ടും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ നടപടിയെടുക്കാത്തതിൽ ജനങ്ങളുടെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. തഴവയിലും പരിസര പ്രദേശങ്ങളിലും പേപ്പട്ടി ശല്യം രൂക്ഷമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരെയാണ് പട്ടി കടിച്ചത്. കടിച്ചതെന്ന് മാത്രമല്ല, അത് ഗുരുതരമായ കടിയുമായിരുന്നു. വാക്സിൻ എടുത്താൽ പോലും പേ വിഷബാധ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ABC എന്ന് പറയുന്ന പ്രോഗ്രാം വിജയം കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അടിയന്തരമായി പട്ടിയെയും ക്രൂരമൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ കൊന്നൊടുക്കി ഈ പേ വിഷബാധയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും നാട്ടുകാരെയും രക്ഷിക്കണം. അടിയന്തരമായി സ്ഥിരീകരണ കമ്മീഷൻ റിപ്പോർട്ട് പഠനം നടത്തിയാൽ എന്തു ചെയ്താലും ശരി, ഈ പേപ്പട്ടി ശല്യത്തിനൊരു പരിഹാരം കാണുവാൻ സർക്കാരും ബഹുമാനപ്പെട്ട കോടതിയും തുനിയണം. ബിജു പ്രഭാകർ IAS പറഞ്ഞ വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, പൂച്ചയെ കൊല്ലാം, ആയിരക്കണക്കിന് താറാവിനെയും കോഴിയെയും ചുട്ടുകൊല്ലാം, എല്ലാത്തിനെയും കൊല്ലാമെങ്കിൽ പിന്നെന്താണ് ഈ പട്ടിയെ കൊന്നാൽ? അടിയന്തരമായി ഇതിനെ ക്രൂരമൃഗങ്ങളുടെ പട്ടികയെ തന്നെ പെടുത്തണം. പെടുത്തിട്ട് ഇതിനെ കൊന്നൊടുക്കിയെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ പേപ്പട്ടി ശല്യം കുറയുകയുള്ളൂ. അടിയന്തര നടപടി ഉണ്ടാകണം. തെരുവുനായ ശല്യം ഏറിയതോടെ പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങുന്നവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണവും ഏറുകയാണ്. കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സമീപ പഞ്ചായത്തുകളിലും കുതിരപ്പന്തി, മുല്ലശ്ശേരിമുക്ക്, AVHS, അമ്പലമുക്ക്, കൊച്ചുകുറ്റിപ്പുറം, കുറ്റിപ്പുറം, അഴയക്കാവ് ഭാഗം, മണപ്പള്ളി, കാളിയൻചന്ത, ചിറക്കൽ ക്ഷേത്ര സമീപത്തുമെല്ലാം തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇതോടെ പകൽ നേരങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പൊതുജനങ്ങൾ. നായ്ക്കളുടെ ശല്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൊല്ലുവാനുള്ള പൂർണ്ണമായ അധികാരം പഞ്ചായത്തുകൾക്ക് നൽകുന്നതിന് വേണ്ട നിയമഭേദഗതി വരുന്നു. അത്തരത്തിൽ നിയമഭേദഗതിയാണ് ഇപ്പോൾ ആവശ്യം. കാരണം കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത തരത്തിൽ ഈ തെരുവ് നായ്ക്കൾ അക്രമകാരികളായിക്കൊണ്ടിരിക്കും. അക്രമകാരല്ലാത്ത തെരുവ് നായ്ക്കളുണ്ട്, അല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട്. വേസ്റ്റുകൾ കഴിച്ച് യഥാർത്ഥത്തിൽ രക്തം കുടിക്കാൻ താല്പര്യപ്പെട്ടു നടക്കുന്ന തെരുവുനായ്ക്കളാണ്. അത്തരം തെരുവുനായ്ക്കളെ കണ്ടെത്തി അവയെ നശിപ്പിക്കുന്നതിനുള്ള മാർഗം പഞ്ചായത്തുകൾക്ക് നൽകിയില്ലെങ്കിൽ വളരെ അപകടകരമാണ്. ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പകലും പറ്റത്തില്ല, രാത്രിയിലും പറ്റത്തില്ല. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വരാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. വൈകുന്നേരമായാൽ തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാവുകയാണ്. നമ്മുടെ നാടിന് ഇന്ന് ഏറ്റവും വലിയ വിപത്തായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് സമൂഹത്തിന് പട്ടിശല്യം. മൃഗങ്ങളെ കൊണ്ടുള്ള നമ്മുടെ ശല്യം, താറാവിനെ അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ഉടനെ ഓർഡർ ഇടും അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കോഴിയായാലും ശരി. പക്ഷേ ഇന്ന് നാട്ടിലെ കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം ചെയ്യാൻ LP സ്കൂളുകളിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ UP സ്കൂളുകളിലേക്ക് നടന്നോ സൈക്കിളിലോ പോകാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അതിരാവിലെ വ്യായാമം എന്നുള്ള രീതിയിൽ നടക്കാനിറങ്ങുന്ന വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആൾക്കാർ, അവരെ ഓടിച്ചിട്ട് പട്ടി കടിക്കുന്ന ഒരവസ്ഥ. നാളിത്രയുമായിട്ടും ഇത്രയും വലിയ രൂക്ഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടും പഞ്ചായത്തിൻ്റെ അധികൃതർ അന്ധത പാലിക്കുകയാണ്. പല പഞ്ചായത്തുകളിലും 8ഉം 10ഉം പഞ്ചായത്തുകൾ ചേർന്നിട്ട് ABC എന്നൊരു പ്രോജക്റ്റ് തയ്യാറാക്കാമെന്ന് പറയുന്നതല്ലാതെ അത് നാളിതുവരെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു പദ്ധതി വരുന്നതിനേക്കാളും നല്ലത് അതാത് പഞ്ചായത്തുകളിൽ ABC പ്രോജക്റ്റ് കൊണ്ടുവരണം. വന്നു കഴിഞ്ഞാൽ ഈ പട്ടിശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പഞ്ചായത്തിൻ്റെ അധികൃതർ ഏത് പഞ്ചായത്ത് തന്നെ ആയിക്കോട്ടെ, കുറേ പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് ABCയുടെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിലും തർക്കം വരുന്നുണ്ട്. തഴവ പഞ്ചായത്തിൽ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പഞ്ചായത്തിലെ പട്ടികളെ അവിടെ കൊണ്ടുവരാൻ ഗ്രാമവാസികൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇതിന് തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് കോഴിയെയും താറാവിനെയും വേട്ടയാടുന്ന, ആടിനെയും വേട്ടയാടുന്ന ഈ പട്ടികൾ നാളെ നമ്മുടെ മനുഷ്യരെ, നമ്മുടെ അച്ഛന്മാരെയും അമ്മമാരെയും വീട്ടിൽ നിന്നും പോകുന്ന യുവതലമുറയിലേക്ക് വരാനിരിക്കുന്ന നമ്മുടെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും കടിച്ച് തിന്നുന്ന ഒരവസ്ഥ. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. തഴവ ഗവൺമെൻറ് LP ഹൈസ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, അവർ സൈക്കിളിലാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ വീട്ടിൽ നിന്നും ഭയപ്പെടുന്നു. കാരണം 4-5 കുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ പട്ടിയുടെ ശല്യം ഉണ്ടായിരിക്കില്ല എന്നാണ് കുട്ടികളുടെ ധാരണ. അതുകൊണ്ട് ഒറ്റയ്ക്കൊരു കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടി വന്നാൽ ഇന്ന് ആ കുട്ടിയെ ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ രക്ഷകർത്താവോ മറ്റൊരു വാഹനത്തിലോ
സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ അധികൃതർ അതാത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചിട്ട് ABC പ്രോജക്റ്റ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നാടിൻ്റെ അവസ്ഥ വലിയ ഗുരുതരമായ ഒരു രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. കേന്ദ്ര നിയമം നിലനിൽക്കുന്നതിനാൽ നായ്ക്കളെ പിടിക്കുവാനും കൊല്ലുവാനും കഴിയില്ല എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തുകൾ പറയുന്നത്. തെരുവുനായ ശല്യത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കേരളത്തിൽ പക്ഷിമൃഗാദികൾക്ക് കിട്ടുന്ന ഒരു പരിഗണന പോലും മനുഷ്യജന്മങ്ങൾക്ക് ഇല്ലാതാകുമെന്നുള്ളതിന് സംശയമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.